പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ചാരുമൂട്ടിൽ സ്വീകരണം നൽകി. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ചാരുമൂട്ടിൽ സ്വീകരണം നൽകി. 100 സീറ്റുകളിലധികം നേടി ടീം UDF കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ വി.ഡി. സതീശൻ പറഞ്ഞു. ഈ പിണറായി ഭരണം കേരളം തകർത്തത് എങ്ങനെയെന്ന് നിങ്ങളോട് വിശദീകരിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം. അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് ഗവൺമെന്റ് ഇറങ്ങുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഘടനയിൽ അതിന്റെ നട്ടെല്ലാണ് സമ്പദ് വ്യവസ്ഥ. ഞാൻ പറയട്ടെ, കേരളം നട്ടല് തകർന്ന് കിടക്കുകയാണ്. കടത്തിന്റെ കാണാകയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഇവർ പോകുന്നത്. ഒരു സർക്കാരിനുണ്ടാകുന്ന സമ്പദ് വ്യവസ്ഥയിലെ തകർച്ച അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ 12 മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ആർക്കും വിട്ടുകൊടുക്കില്ല. 1ാം സ്ഥാനം. മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, മരുന്ന് പുറത്തേക്ക് എഴുതി തരികയാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡ് ഉണ്ടാക്കിയ കട എത്രയാണെന്നറിയാമോ? 50,000 കോടി. 4 പ്രാവശ്യം ഇപ്പൊ വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും കൂട്ടാൻ എഴുതി കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. സ്വീകരണ സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ഉദ്ഘാടനം ചെയ്തു. ഇത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ജാഥയാണ്. 1.5 മാസം കഴിയുമ്പോൾ കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ കൈയടിച്ച പോലെ നമ്മളും മാറണം. പാർലമെന്റിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. 4 പ്രാവശ്യം നമ്മൾ ഇവിടെ വിജയിച്ചു. പക്ഷേ മാവേലിക്കരയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? പക്ഷെ കേരളം മൊത്തത്തിൽ മാറാൻ ആഗ്രഹിക്കുന്നു. 100 മുകളിൽ സീറ്റ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ആ 100 സീറ്റിൽ മാവേലിക്കര ഉണ്ടാകുമോ? ആ 100 സീറ്റിൽ UDF അനുകൂലമായി കൈപ്പൊക്കുന്ന MLA-മാരിൽ ഒരാൾ അത് മാവേലിക്കരയിൽ നിന്നായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കോശി എം. കോശി അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP, ബെന്നി ബെഹനാൻ MP, G ഹരിപ്രകാശ്, M അമൃതേശ്വരൻ എന്നിവർ സംസാരിച്ചു. ചാരുമൂട് ജംഗ്ഷനിൽ നിന്നും ജാഥ സ്വീകരിച്ചു. ശൂരനാട് സമര സേനാനികളിൽ പ്രധാനിയായ പനത്താട് രാഘവന്റെ മകൻ സലിം കുമാർ കോൺഗ്രസിലേക്ക് എത്തി. വേദിയിൽ വെച്ച് അദ്ദേഹത്തെ വി.ഡി. സതീശൻ സ്വീകരിച്ച് അംഗത്വം നൽകി. CDNet ന്യൂസ്, ചാരുമൂട്.